നമസ്കാരം. നമ്മുടെ ആദ്യത്തെ വീഡിയോയുടെ ആരംഭത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ തികച്ചും പ്രായോഗികമായ ചില നടപടികൾ സ്വീകരിച്ചാൽ ഇന്ത്യ ഒരു വളരെ വേഗം മാസങ്ങളും 2-3 വർഷങ്ങൾ കൊണ്ട് ഒരു വികസിത രാജ്യമാവുകയും നമ്മൾ മുഴുവൻ ജനങ്ങളുടെയും ജീവിതം ഐശ്വര്യപൂർണ്ണമാവുകയും ചെയ്യും. അതിനുള്ള ചില പ്രാരംഭ നടപടികളായിട്ടാണ് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മറ്റാരും ചോർത്തിക്കൊണ്ട് പോകാത്തൊരു സംവിധാനം ഇന്ത്യയിൽ ഉണ്ടാകണമെന്ന് ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോകളിൽ പറഞ്ഞത്. ചോർച്ചയില്ലാത്ത പണപ്പെട്ടിയിലേക്ക് പണം വന്നാലേ അത് നമുക്ക് ഉപകരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഉണ്ടാക്കുന്ന പണം ചോർത്തിയെടുക്കുന്നതിൽ ബാങ്കുകൾ മാത്രമല്ല, മദ്യം, ഗവൺമെൻറ്, മനുഷ്യൻ്റെ പൊങ്ങച്ചങ്ങളെ ചൂഷണം ചെയ്യുന്ന വൻകിട ബിസിനസ്സുകൾ, ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തെ വളരെ വ്യാപകമായും വിപുലമായും ജനങ്ങളുടെ പണം ചൂഷണം ചെയ്യുകയും അതിലൂടെ അവരെ കടക്കണിയിലാക്കുകയും ചെയ്യുന്ന സംവിധാനം ബാങ്കുകളായതുകൊണ്ട് അതിനുള്ള പരിഹാരം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ പണം ചൂഷണം ചെയ്യുന്നതിനുള്ള പരിഹാര മാർഗങ്ങൾ ക്രമേണ സാഹചര്യമനുസരിച്ച് ഞാൻ പറയുന്നതായിരിക്കും. ഇന്ന് നമുക്ക് ഈ ചോർച്ച അവസാനിപ്പിച്ചാൽ പിന്നെ പോസിറ്റീവായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം ഇന്ത്യ ഒരു വികസിത രാജ്യമാകാനും നമ്മുടെ ജീവിതമൊക്കെ ഐശ്വര്യമാകാനും എന്ന് നമുക്ക് പൊതുവായ ഒരു, നമ്മുടെ ചെറുപ്പം മുതലേ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ രാജ്യം ഒരു വികസിത രാജ്യമാകണമെങ്കിൽ ഇന്ത്യയിലെ സമ്പത്ത് വർദ്ധിക്കണം, സാങ്കേതികവിദ്യ വളരണം, നമ്മുടെ വ്യവസായങ്ങളൊക്കെ ധാരാളം ഉണ്ടാകണം എന്നൊക്കെ. പക്ഷേ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. നമ്മുടെ രാജ്യത്ത് വളരെയേറെ സമ്പത്തൊന്നുണ്ട്, സാങ്കേതിക വളർച്ച വളരെയധികം ഉണ്ടായി, വൻകിട വ്യവസായങ്ങളും കെട്ടിടങ്ങളും വലിയ ആർഭാട വാഹനങ്ങളും ധാരാളമുണ്ട്. നമ്മൾ ആറ്റം ബോംബ് നിർമ്മിച്ചു, ചന്ദ്രനിലേക്ക് റോക്കറ്റ് അയച്ചു, എന്നിട്ടും നമ്മുടെ രാജ്യം വികസിത രാജ്യമായില്ല. അപ്പോൾ ഇതൊന്നുമല്ല രാജ്യം വികസിതമാകണമെങ്കിൽ വേണ്ടത്. അപ്പോൾ പിന്നെ എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നെ നമ്മുടെ രാജ്യം ഇന്നും വികസിത രാജ്യമാകാത്തത്? അതിൻ്റെ കാരണം നമ്മുടെ രാജ്യം ഇന്നും ഒരു ദരിദ്ര രാജ്യമായി തുടരുന്നു എന്നുള്ളതാണ്. ദരിദ്ര രാജ്യമായി തുടരുന്നു എന്നതിൻ്റെ കാരണം ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും ഇന്നും ദാരിദ്ര്യത്തിൽ തുടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു വികസിത രാജ്യമാകണമെങ്കിൽ, നമ്മുടെ ഇന്ത്യൻ ജനതയ്ക്കൊരു നല്ല ജീവിതം വേണമെങ്കിൽ ഇന്ത്യയിലെ ദാരിദ്ര്യം മാറുകയാണ് വേണ്ടത്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളുടെ രാജ്യത്ത് ഇത്രമാത്രം ദാരിദ്ര്യം ഇന്നും തുടരുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ആദ്യമേ തന്നെ നാം പറയേണ്ടത് ജനങ്ങൾക്ക് വരുമാനം ഇല്ല എന്നുള്ളതാണ്. അതെല്ലാവർക്കും സാധാരണഗതിയിൽ എല്ലാവർക്കും അറിയാം, വരുമാനമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് വരുമാനമില്ലാത്തത്? അത് ജനങ്ങൾ ജോലി ചെയ്യാത്തതുകൊണ്ടാണോ? തൊഴിൽ രഹിതർ നമ്മുടെ രാജ്യത്ത് ധാരാളം ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും നമുക്ക് വ്യക്തമായി അറിയാം, അതിൽ പലരും തൊഴിൽ രഹിതരല്ല, ഗവൺമെൻറ് ജോലി ഇല്ലാത്തവരോ അങ്ങനെയൊക്കെയുള്ള ചില കണക്കുകളിൽ പെടുന്നവരാണ്. പക്ഷേ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും തൊഴിൽ ചെയ്യുന്നവരാണ്. ജോലി ചെയ്തിട്ടാണ് അവർ ദാരിദ്ര്യം അനുഭവിക്കുന്നത്. അതിൻ്റെ കാരണം ജോലി ചെയ്യുന്നവർക്ക് ന്യായമായ നീതി അനുസരിച്ചുള്ള കൂലി രാജ്യത്ത് നൽകുന്നില്ല. അതാണ് നമ്മുടെ രാജ്യം ഇന്നും ദാരിദ്ര്യത്തിൽ തുടരുന്നതിൻ്റെ, നമ്മുടെ രാജ്യം വികസിത രാജ്യമാകാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം. ആ സിസ്റ്റം ഇന്നും തുടരുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് നാം ഒരു നീതിബോധമില്ലാത്ത, പണത്തോടുള്ള ആർത്തിയും സ്വാർത്ഥതയും മൂലം നയിക്കപ്പെടുന്ന ജനതയായി തുടരുന്നു എന്നുള്ളതാണ്. അവിടെ സ്വാധീനമുള്ളവർ, ശക്തിയുള്ളവർ മറ്റുള്ളവരെ എത്രമാത്രം ചൂഷണം ചെയ്യാമെന്ന് മാത്രം നോക്കുന്നു. അതിലൂടെ ജോലി ചെയ്യുന്നവർക്ക് കൂലി കൊടുക്കാതിരിക്കുന്ന ഏറ്റവും വലിയ തിന്മ വളരെ വേഗമായി രാജ്യത്ത് തുടരുന്നു. രണ്ടാമത്തെ കാരണം, ഭൂമിയിൽ ജനിക്കുന്നവർക്കെല്ലാം ജീവിക്കാൻ ആവശ്യമായ ഭൂമിയുടെ ഷെയറിന് അവകാശമുണ്ട്. മൃഗങ്ങളത് പരസ്പരം നിഷേധിക്കാറില്ല. പക്ഷെ നമ്മുടെ രാജ്യത്ത് ശക്തരായ സ്വാധീനമുള്ള ആളുകൾ അനേകം പാവങ്ങൾക്ക് ജീവിക്കാനുള്ള ഭൂമിയിൽ അവർക്കുള്ള ഷെയർ വരെ നിഷേധിക്കുന്നു. അനേകരെ അതുവഴി ചേരികളിലും പാറക്കെട്ടുകളിലും ഉരുൾപൊട്ടൽ പോലെയുള്ള അപകടം നിറഞ്ഞ മേഖലകളിലുമൊക്കെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാക്കുന്നു. ഇതാണ് രണ്ടാമത്തെ കാരണം. ഇതും നമ്മുടെ നീതിബോധമില്ലായ്മ കൊണ്ട്, സ്വാർത്ഥത കൊണ്ടുണ്ടാകുന്നതാണ്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ശരിക്കും
നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നവയ്ക്കും നൽകപ്പെടുന്ന സേവനങ്ങൾക്കും ക്വാളിറ്റി ഇല്ല, നിലവാരമില്ല. റോഡുകളായാലും ആശുപത്രികളായാലും സ്കൂളുകളായാലും നമ്മൾ നൽകുന്ന വിദ്യാഭ്യാസമായാലും ഇതൊക്കെ നിലവാരമുള്ളത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കണമെന്ന് ഇതൊക്കെ നൽകുന്നവർക്ക് ഒരു ബോധ്യമില്ല. മാത്രമല്ല, ഇവിടെയും ഈ നീതിബോധമില്ലായ്മയും പണത്തോടുള്ള ആർത്തിയും മൂലം അഴിമതിയും ചൂഷണവും മൂലമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇതാണ് നമ്മുടെ രാജ്യം വികസിത രാജ്യമാകാത്തതിൻ്റെ മൂന്നാമത്തെ കാരണം. നാലാമത്തെ കാരണം, നമ്മുടെ രാജ്യം നമുക്ക് ശുചിത്വത്തോടെയും വൃത്തിയോടെയും മനോഹരമായിട്ടും ക്രമത്തോടെയും ഒന്ന് സൂക്ഷിക്കണമെന്ന് നമുക്കൊരു ബോധ്യം നമ്മുടെ ജനങ്ങളിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്നില്ല. അതുപോലെ നമ്മുടെ സ്വാർത്ഥത പോലെ എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ മതി എന്ന സ്വാർത്ഥതയിലും ഒപ്പം നമ്മുടെ രാജ്യം ഇതൊക്കെ അർഹിക്കുന്നുള്ളൂ എന്ന ഒരു മിഥ്യാബോധത്തിലൂടെയൊക്കെ സംഭവിക്കുന്നവയാണ്. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യം ഇന്നും വികസിത രാജ്യം ആകാതെ തുടരുന്നതിൻ്റെ ഒരു വിഭാഗം, ആദ്യത്തെ വിഭാഗം കാരണങ്ങൾ. രണ്ടാമത് മറ്റൊരു വിഭാഗം കാരണമുണ്ട്, അതായത് നമ്മുടെ സിസ്റ്റത്തിലുള്ള ചില പ്രശ്നങ്ങൾ. അതിൽ ഒന്നാമത്തേത് നമ്മളെങ്ങനെ നമ്മുടെ ഭരണവ്യവസ്ഥ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതായത് ഇവിടുത്തെ പാർലമെൻ്ററി ജനാധിപത്യ രീതി ഇന്ന് എങ്ങനെ ഇവിടെ നടപ്പാക്കപ്പെടുന്നു എന്നുള്ളത്. അത് പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഭരണാധികാരികൾ, ജനപ്രതിനിധികളെയും ഭരണാധികാരികളെയും 5 വർഷത്തേക്കാണെന്ന് കരുതിയാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ അത് വെറും മിഥ്യാബോധമാണ്. ബാഹ്യമായിട്ടെങ്കിലും പ്രത്യക്ഷത്തിലെങ്കിലും അത് തീരുമാനിക്കുന്നത് നമ്മളല്ല, MLA-മാരും MP-മാരുമൊക്കെയാണ്. പക്ഷേ അതും പ്രത്യക്ഷത്തിൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭരണാധികാരികൾ എത്ര കാലം ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ പണച്ചാക്കുകളാണ്, വ്യവസായ സാമ്പത്തിക ലോബികളാണ്. നമ്മൾ പലപ്പോഴും ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് കാണാറുണ്ട്, അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരെയോ ഒക്കെ അവരുടെ പാർട്ടികൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലൊക്കെ കൊണ്ടുപോയി തടവിൽ പാർപ്പിക്കുകയാണ്. അതിനുശേഷം നിയമസഭയിൽ വോട്ടിംഗ് നടക്കുന്ന ആ സമയമാകുമ്പോഴത്തേക്കും അവരെ ഏതാണ്ട് വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലും അവകാശം കൊടുക്കാതെ നേരെ നിയമസഭയിലേക്ക് കൊണ്ടുവന്നു. കണ്ണു തെറ്റിയാൽ അവർ കാശ് വാങ്ങി പോകുമെന്ന് പാർട്ടി നേതാക്കന്മാർക്ക് തന്നെ അറിയാം. ഇതൊരു നാണം കെട്ട വ്യവസ്ഥിതിയാണ്. പക്ഷേ ആ നാണക്കേടല്ല പ്രധാനം, ഇതിൻ്റെ പിന്നിൽ പണമാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പ്രധാനം. ഈ പണം എവിടെ നിന്ന് വരുന്നു? അവിടെ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആകേണ്ട ആളുകൾ അതിനുവേണ്ടി അവരുടെ വീട്ടിൽ നിന്ന് പണമെടുത്ത് കൊടുക്കുന്നതല്ല. ഇതിനുവേണ്ടി പണം മുടക്കുന്നത് വീണ്ടും ഇവിടുത്തെ സമ്പന്ന ലോബിയാണ്. അവരെന്തിനു വേണ്ടിയാണ് ഈ പണം കൊടുക്കുന്നത്? ഈ ആളുകൾ ഭരണത്തിലിരിക്കുമ്പോൾ അവർക്കനുകൂലമായി ഭരണം നടത്താൻ വേണ്ടിയാണ്. അതായത് ഇവിടുത്തെ ജനങ്ങളെ എത്രമാത്രം അവർക്ക് ചൂഷണം ചെയ്യാമോ അത്രമാത്രം ചൂഷണം ചെയ്യാനുള്ള ഒത്താശ ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ്. ഈ സിസ്റ്റം മാറണം. രണ്ടാമത്തെ കാരണം, ഇവിടെയുള്ള ഭരണാധികാരികളുടെയും ഭരണതലങ്ങളുടെയും ആധിക്യമാണ്. പണ്ട് മുതലേ രാജ്യത്ത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ സംസ്ഥാനം, ജില്ല, താലൂക്ക്, ബ്ലോക്ക്, രജിസ്റ്റർ ഓഫീസ്, വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, ഇങ്ങനെ അനേകം ഭരണതലങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഗാന്ധിജി പറഞ്ഞെന്നോ എന്തൊക്കെയോ പറഞ്ഞ് വീണ്ടും ഒരു ത്രിതല പഞ്ചായത്ത് വേണമെന്ന് പറഞ്ഞ് വീണ്ടും ഈ അധികാരികളുടെ എണ്ണം കൂട്ടി. ഇവർ എല്ലാവരും കൂടി ജനങ്ങളുടെ നികുതി പണം തിന്നു തീർക്കുന്നുവെന്ന് മാത്രമല്ല, ഇവിടെ യഥാർത്ഥത്തിൽ നടക്കേണ്ട ഒന്നും തന്നെ സമയത്ത് നടക്കാതെ നമ്മുടെ വികസനം പൂർണ്ണമായിട്ടും മരവിപ്പിക്കാനാണ് ഈ അനേകം ഭരണസ്ഥലങ്ങൾ അവരുടെ പങ്കുവഹിക്കുന്നത്. ഇതിലൂടെ നമ്മൾ കേട്ടുണ്ട്, ആൾ കൂടിയാൽ പാമ്പ് ചാകുകയില്ല. ഇതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഇത് നമ്മുടെ പുരോഗതിയെയും രാജ്യത്തെ വികസനത്തെ ആകെയും നശിപ്പിക്കുന്നു. ദാരിദ്ര്യം വീണ്ടും വീണ്ടും കുന്നുകൂടാ. അതായത് ഒരു വ്യക്തി അയാളുടെ ഗവൺമെൻറ്റിൽ നിന്നും അയാൾക്ക് എന്തെങ്കിലും ഒന്ന് സാധിച്ചു കിട്ടണമെങ്കിൽ അനേകം ദിവസങ്ങൾ പല ഓഫീസുകളിൽ കയറി ഇറങ്ങുമ്പോൾ അയാളുടെ പണം കുറെ ചോർന്നു പോകുന്നു എന്ന് മാത്രമല്ല, ആ ദിവസങ്ങളിലൊക്കെ അയാൾക്ക് ജോലി ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. ഇങ്ങനെ രാജ്യത്ത് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമതായിട്ടുള്ളത്, നമ്മുടെ രാജ്യത്തെ
ജാതി വ്യവസ്ഥയാണ്. നമ്മുടെ രാജ്യത്തെ പകുതിയോളം ജനങ്ങളെ താഴ്ന്നവരായി, തരം താഴ്ന്നവരായി, അവരെ ആർക്കും ചൂഷണം ചെയ്യാം, അവരെ കൊണ്ട് എത്ര പണിയെടുപ്പിച്ചാൽ അവർക്ക് കൂലി കൊടുക്കേണ്ടതില്ല എന്നൊക്കെയുള്ള സങ്കല്പത്തിൽ അവരെ അടിച്ചമർത്തി അവരോട് വലിയ അനീതിയും ചൂഷണവും കാണിച്ചുകൊണ്ട് ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കാം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമായിരിക്കും. ജനങ്ങളാണ് പുരോഗതി പ്രാപിക്കേണ്ടത്. രാജ്യം പുരോഗതി പ്രാപിക്കണമെങ്കിൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും പുരോഗതി പ്രാപിക്കണം. അതിന് ചിലരെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് രാജ്യത്തത് സാധ്യമല്ല. മാത്രവുമല്ല, നമ്മുടെ മനുഷ്യൻ്റെ ജാതി എന്ന് പറയുന്നത് ക്രൂരമായൊരു നുണയാണ്. വ്യത്യസ്തത എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര മനുഷ്യൻ ഭൂമിയിലുണ്ടോ അത്രയും ജാതി ഉണ്ടെന്ന് പറയേണ്ടി വരും. അതല്ലെങ്കിൽ പിന്നെ മനുഷ്യന് ജാതിയില്ല. അപ്പോൾ നമ്മൾ ഈ ജാതി വ്യവസ്ഥയും അല്ലെങ്കിൽ അതിലൂടെ നമുക്കുണ്ടായിരിക്കുന്ന നീതിരാഹിത്യ ചിന്താഗതിയും മാറ്റി ഇന്ത്യക്ക് ഒരു വികസിത രാജ്യമായി മാറാൻ സാധിക്കൂ. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഐശ്വര്യപൂർണ്ണമായിട്ട് ജീവിക്കാൻ സാധിക്കൂ. ഏറ്റവും അവസാനമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്, ഈ കാലങ്ങളോളം ഇന്ത്യ ഇങ്ങനെ ദാരിദ്ര്യം അനുഭവിച്ച് ജീവിച്ചതിലൂടെ നമുക്കെല്ലാവർക്കും ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അതായത് നമ്മളെന്നും ദരിദ്രരാണ്, നമുക്ക് ദാരിദ്ര്യമേ പറഞ്ഞിട്ടുള്ളൂ, നമ്മളിവിടെ ഒന്നും നന്നായി ചെയ്യേണ്ടതില്ല എന്നൊക്കെയുള്ള ഒരു മിഥ്യാബോധം, ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം. ആ സൈക്കോളജിക്കൽ പ്രോബ്ലവും നാം മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ രാജ്യം ഒരു വികസിത രാജ്യമായി മാറാനും നമ്മുടെ ഇന്ത്യൻ ജനത ഒന്നാകെ ഐശ്വര്യത്തിൽ ജീവിക്കാനും വേണ്ട പൊതുവായ കാര്യങ്ങളാണ്. ഇതിൽ ഓരോന്നിനെ പറ്റിയും അടുത്ത ഓരോരോ വീഡിയോകളും ഞാൻ ചെയ്യുന്നതായിരിക്കും.